Students, welcome back to my class. So in this class we are going to discuss about the techniques in gene cloning അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് റീകോമിനൻറ്റ് ഡി എൻ എ. റീകോമിനൻറ്റ് ഡി എൻ എ നമ്മൾ ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് വരുന്നത് അതാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഏതൊക്കെയാണ് നമ്മൾ ഈ ടെക്നിക്സിൽ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ നോക്കി, വെക്ടേഴ്സിൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻസൈംസ് അല്ലെങ്കിൽ ടൂൾസ് ഏതൊക്കെയാണ് റീകോമിനൻറ്റ് ഡി എൻ എ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ടെക്നിക്ക് നടക്കുന്നത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ വരുന്ന സ്റ്റെപ്സാണ് 5 ജനറൽ പ്രൊസീജിയേഴ്സാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ റീകോമിനൻറ്റ് ഡി എൻ എ ടെക്നോളജിനെ വേണമെങ്കിൽ നമുക്ക് ജീൻ ക്ലോണിംഗ് എന്ന് പറയാം, ബ്രോഡർ സെൻസിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തൊക്കെയാണ് 5 ജനറൽ പ്രൊസീജിയേഴ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ്. ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ആദ്യം ഉണ്ടാക്കണം. നമുക്ക് ഏത് ഡി എൻ എ ഫ്രാഗ്മെൻ്റ് ആണോ ആവശ്യമായിട്ടുള്ളത്, ഏതിനെയാണോ നമുക്ക് വെക്ടറിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് കോപ്പീസ് ഉണ്ടാക്കേണ്ടത്, ആ ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ, കട്ടിംഗ് ഓഫ് ദ ഡി എൻ എ അറ്റ് പ്രിസൈസ് ലൊക്കേഷൻസ്. അത് നമ്മൾ എന്ത് ചെയ്യും, സീക്വൻസ് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ യൂസ് ചെയ്യും. അതാണ് മോളിക്കുലർ സിസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രിസൈസ് ലൊക്കേഷൻസിൽ ഡി എൻ എ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീക്വൻസ് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിസ് ആവശ്യമാണ്. അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, മോളിക്കുലർ സിസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സെലക്ടിങ് എ സ്മോൾ മോളിക്യൂൾ ഓഫ് ഡി എൻ എ ക്യാപ്പബിൾ ഓഫ് സെൽഫ് റെപ്ലിക്കേഷൻ. നമുക്ക് ഒരു സെൽഫ് റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സ്മോൾ മോളിക്യൂൾ ഓഫ് ഡി എൻ എനെ സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള ഡി എൻ എസിനാണ് നമ്മൾ ക്ലോണിങ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ക്ലോണിങ് വെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് റെപ്ലിക്കേഷന് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സ്മോൾ മോളിക്യൂൾ, ഒരു ഡി എൻ എ മോളിക്യൂളിനെ സെലക്ട് ചെയ്യുക, അതിനാണ് എന്ത് പറയുന്നത്, ക്ലോണിങ് വെക്ടർ എന്ന് പറയുന്നത്. എ വെക്ടർ ഈസ് എ കാരിയർ ഓർ ഡെലിവറി ഏജൻ്റ് ആണ്. ദേ ആർ ടിപ്പിക്കലി പ്ലാസ്മിഡ്സ് ഓർ വൈറൽ ഡി എൻ എസ്. വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കാരിയർ അല്ലെങ്കിൽ ഡെലിവറി ഏജൻ്റ് ആണ്. ദേ ആർ ടിപ്പിക്കലി പ്ലാസ്മിഡ്സ് അല്ലെങ്കിൽ വൈറൽ ഡി എൻ എസ് ആവാം, അല്ലെങ്കിൽ പ്ലാസ്മിഡ്സ് ആവാം. അവർ ശരിക്കും ഒരു ഡെലിവറി ഏജൻ്റാണ്. ഹോസ്റ്റിലേക്ക് ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെലിവറി ഏജൻ്റാണ് അല്ലെങ്കിൽ ഒരു കാരിയറാണ് വെക്ടർ എന്ന് പറയുന്നത്. സോ ആദ്യം ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിന് ജനറേറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഡി എൻ എ പ്രിസൈസ് ലൊക്കേഷൻസിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, സ്മോൾ മോളിക്യൂൾ ഓഫ് ഡി എൻ എ, സെൽഫ് റെപ്ലിക്കേഷനും ആവശ്യമായിട്ടുള്ള സ്മോൾ മോളിക്യൂൾ ഡി എൻ എനെ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് ക്ലോണിങ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോയിനിങ് 2 ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് കോവാലൻ്റ്ലി. ഇപ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ഒരു ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെയും ഈ ക്ലോണിങ് വെക്ടർ ഉണ്ടല്ലോ അതിനും കൂടെ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഡി എൻ എ ലിഗേസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു മോളിക്കുലർ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്, അത് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ്, ഡി എൻ എ ലിഗേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡി എൻ എ ലിഗേസ് ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈമാണ്. ക്ലോണിങ് വെക്ടറിനെയും നമുക്ക് ക്ലോൺ ചെയ്യാൻ ആവശ്യമായുള്ള ഡി എൻ എയും ഒട്ടിക്കുന്നത് അല്ലെങ്കിൽ അവരെ ലിങ്ക് ചെയ്യുന്ന ആരാണ്, ഡി എൻ എ ലിഗേസ് ആണ്. കമ്പോസിറ്റ് ഡി എൻ എ മോളിക്യൂൾസ് കംപ്രൈസിങ് ഡി എൻ എ ഫ്രം 2 or more സോഴ്സസ് ആർ കോൾഡ് റീകോമിനൻറ്റ് ഡി എൻ എ. അപ്പോൾ അങ്ങനെ എന്താണ് 2 or more സോഴ്സസ് എന്നുള്ള ഇങ്ങനെ ഡി എൻ എനെ കമ്പൈൻ ചെയ്തിട്ടുള്ള കമ്പോസിറ്റ് ഡി എൻ എനെ നമ്മൾ പറയുന്ന പേരാണ് റീകോമിനൻറ്റ് ഡി എൻ എ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റീകോമിനൻറ്റ് വെക്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയൽ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ട്രാൻസ്ഫോർമേഷൻ വഴിയാവാം, അല്ലെങ്കിൽ ഇൻഫെക്റ്റിംഗ് യൂസിങ് വൈറസസ് ആയിരിക്കാം. വൈറസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേജുകൾ യൂസ് ചെയ്തു അല്ലേ, ഫേജസിനെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വൈറസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ടാവാം, ഹോസ്റ്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ടാവാം എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന പ്രോസസ്സ് വഴിയായിരിക്കാം ഈ വെക്ടേഴ്സിനെ ഹോസ്റ്റ് സെല്ലിലേക്ക് അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇത് കടത്തി വിട്ട് എന്ത് ചെയ്യുക, അവിടെ കിടന്നിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ടിങ് ഓർ ഐഡൻറ്റിഫൈങ് ഹോസ്റ്റ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻ റീകോമിനൻറ്റ് ഡി എൻ എ. പിന്നീട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ സെൽസിലാണ്, ഹോസ്റ്റ് സെല്ലിൻ്റെ ഏതൊക്കെ ഹോസ്റ്റ് സെല്ലിലാണ് ഈ ഡി എൻ എ ഏതൊക്കെ റീകോമിനൻറ്റ് ഡി എൻ എ ഉള്ള ഏതൊക്കെ ഹോസ്റ്റലുകളിലാണ് റീകോമിനൻറ്റ് ഡി എൻ എ ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കുക, രണ്ടാമത് അതിനെ കട്ട് ചെയ്യുന്നു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട്, തേർഡ് വൺ ക്ലോണിങ് വെക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നു, ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിനെ ഡി എൻ എ ലിഗേസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. പിന്നെ റീകോമിനൻറ്റ് വെക്ടേഴ്സിനെ അങ്ങനെയുള്ള റീകോമിനൻറ്റ് വെക്ടേഴ്സിനെ നമ്മൾ വൈറസിലേക്ക് ബാക്ടീരിയ സെല്ലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വഴിയോ അല്ലെങ്കിൽ വൈറസിനെ ഉപയോഗിച്ചിട്ടോ അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. പിന്നീട് അതിനെ സെലക്ട് ചെയ്യണം, ഏതൊക്കെയാണ് ഹോസ്റ്റ് സെല്ലിലാണ് റീകോമിനൻറ്റ് ഡി എൻ എ ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം. ഇത്രയാണ് സ്റ്റെപ്പുകൾ. ഇനി ഓരോ സ്റ്റെപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ടെന്ന് നോക്കാം. ഓക്കെ,
സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ഏത് DNA ആണോ ഏത് ജീനിനെയാണോ നമുക്ക് ക്ലോൺ ചെയ്യാനുള്ളത് അതിനെ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ആദ്യത്തെ, ദറ്റ് ഇസ് ജനറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. This is the most difficult part of the process and 3 methods are used to get a copy of a gene. അപ്പോൾ ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് പ്രോസസ്സാണിത്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകണമെങ്കിൽ കോപ്പി ഓഫ് ദ ജീൻ കിട്ടണം അല്ലേ. ആ കോപ്പി ഓഫ് ജീൻ കിട്ടാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 മെത്തേഡ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, fragmentation of DNA by cleaving with restriction enzyme or by mechanical shearing of genome. DNA നമുക്ക് ഫ്രാഗ്മെൻറ്റ് ചെയ്യാം ബൈ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ക്ലീവ് ചെയ്തിട്ട്, അങ്ങനെ ചെയ്യാം. അതായത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് DNA ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യാം. അല്ലെങ്കിൽ മെക്കാനിക്കൽ ഷിയറിംഗ് ഓഫ് ജീനോമിന് മെക്കാനിക്കൽ ഷിയറിംഗ് വഴി എന്ത് ചെയ്യാം, ക്ലീവ് ചെയ്യാൻ പറ്റും. ഇൻ മെനി കേസസ് ദ ഡിസൈർഡ് DNA is isolated from the genomic libraries. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീനോമിക് ലൈബ്രറീസ് ഉണ്ടായിരിക്കും, ഒരു കളക്ഷൻ ഓഫ് ക്ലോൺസ് ആണത്. ഒരു ഓർഗാനിസത്തിൻ്റെ എൻറ്റയർ ജീനോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ക്ലോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീനോമിക് ലൈബ്രറി എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് ഡിസൈഡ് DNA ഐസൊലേറ്റ് ചെയ്യാം. And DNA fragments are separated by gel electrophoresis and the required fragment is identified from the separated bands by using molecular probes. അപ്പോൾ നമുക്ക് DNA ഫ്രാഗ്മെൻറ്റ്സ്, ആവശ്യമായുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ജെൽ ഇലക്ട്രോഫോറസിസ് വഴി നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ റിക്വയർഡ് ഫ്രാഗ്മെൻറ്റിന് നമുക്ക് മോളിക്കുലർ പ്രോബ്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പ്രോബ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ്ലി ലേബൽഡ് DNA ആണ് നോൺ ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് ആണ് ഉണ്ടാവുക. നോൺ ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസുകൾ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ്ലി ലേബൽഡ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNAസിനെയാണ് നമ്മൾ മോളിക്കുലർ പ്രോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോളിക്കുലർ പ്രോബ് എന്തായിരിക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള DNAയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. നമുക്ക് ആവശ്യമായുള്ള DNA ഉണ്ടാവുമല്ലോ, അതിനോട് അവരെന്തായിരിക്കും, ഹോമോലോഗസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മോളിക്കുലർ പ്രോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് ദെൻ ബൈ എ സ്യൂട്ടബിൾ ബ്ലോട്ടിംഗ് ടെക്നിക്, സദൻ ബ്ലോട്ടിംഗ് പോലുള്ള ടെക്നിക് യൂസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ഐഡൻറ്റിഫൈ DNA ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് അവർ ഇൻട്രസ്റ്റ്. നമുക്ക് ആവശ്യമായുള്ള ഏതാണ് DNA ഫ്രാഗ്മെൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് DNA ഫ്രാഗ്മെൻറ്റിനെ ജനറേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ടെക്നിക്കാണ് പറഞ്ഞത്. ഒന്ന്, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA ബൈ ക്ലീവിങ് വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് ക്ലീവ് ചെയ്യുക. ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് ക്ലീവ് ചെയ്യുക, അങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുക DNA. സെക്കൻഡ് വണ്ണാണ് പറഞ്ഞത് എന്ത്, സെക്കൻഡ് മെത്തേഡ് ഈസ് മേക്ക് എ കോപ്പി ഓഫ് ദ ജീൻ ഫ്രം ഇറ്റ്സ് mRNA. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു, DNA ഫ്രാഗ്മെൻറ്റ് ചെയ്യുക, അതായത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഷിയറിംഗ് വഴിയോ ചെയ്യാം. അത് അല്ലെങ്കിൽ ജീനോമിക് ലൈബ്രറീസിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമുക്ക് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് മോളിക്കുലർ പ്രോബ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി സെക്കൻഡ് ടെക്നിക്കാണ്, അതായത് നമ്മളെ mRNA ഉണ്ടല്ലോ, mRNAന്ന് ഈ ഒരു DNAയുടെ കോപ്പി ഉണ്ടാക്കുക. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, mRNAന്ന് ഈ ജീനിൻ്റെ കോപ്പി ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് DNA ഫോംഡ് ഇൻ ദിസ് വേസ് കോൾഡ് കോംപ്ലിമെൻ്ററി DNA. അപ്പോൾ അങ്ങനെ mRNAന്ന് അങ്ങനെ ഒരു DNA ഉണ്ടാക്കുകയാണെങ്കിൽ, അവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന ആ DNA നമുക്ക് കോംപ്ലിമെൻ്ററി DNA എന്ന് പറയാം, അല്ലെങ്കിൽ cDNA എന്ന് പറയാം. ഇത് ഡിസ്കവർ ചെയ്തത് ടെമിൻ ആൻഡ് ബാർട്ടിമോർ ആണ് ഇൻ 1970. ഓക്കെ, ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ സിന്തസിസ് ഓഫ് ജീൻ നമുക്ക് ആർട്ടിഫിഷ്യലി സിന്തസിസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ ഡീറ്റെയിൽ സ്ട്രക്ചർ ഓഫ് ദ ജീൻ ഈസ് നോൺ, നമുക്ക് ജീനിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കെമിക്കൽ മെത്തേഡ് വഴി നമുക്ക് ജീനിനെ ഉണ്ടാക്കാൻ പറ്റും. അത് കൊറാന സയൻറ്റിസ്റ്റ് ചെയ്ത മെത്തേഡാണ്. അങ്ങനെ കെമിക്കൽ മെത്തേഡ് വഴി നമുക്ക് ജീനിനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. റീകോംബിനൻ്റ് DNA ടെക്നോളജിയിലെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ജനറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. അതിൽ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്, 3 ടെക്നിക്കാണ് പറഞ്ഞത്. ഇനി സെക്കൻഡ് ആയുള്ള അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, DNA ഫ്രാഗ്മെൻറ്റ്സിനെ ജനറേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പാണ് ജീൻ ക്ലോണിങ്ങിൽ സെക്കൻഡ് സ്റ്റെപ്പാണ് പ്ലേസ് ദ ജീൻ ഇൻ എ വെക്റ്റർ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ജീനിനെ നമ്മൾ എന്ത് ചെയ്യണം, വെക്റ്ററിലേക്ക് കൊടുക്കണം. വെക്റ്ററിലേക്ക് പ്ലേസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഹോസ്റ്റിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റേഴ്സ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആർ പ്ലാസ്മിഡ്സ് ആൻഡ് ഫേജ് DNA. സ്വന്തമായിട്ട് റെപ്ലിക്കേഷൻ കാപ്പബിലിറ്റി ഉള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെയാണ് വെക്റ്റർ എന്ന് പറയുന്നത്. അത് ഫേജ് ആവാം, പ്ലാസ്മിഡ്സ് ആവാം. കോമൺലി യൂസ് ചെയ്യുന്നത് ഫേജും പ്ലാസ്മിഡ്സും ആണ്. The construction of recombinant DNA involves joining of the broken ends of the vector with the two ends of the
gene or DNA sequence of interest, and this process is called gene splicing. Okay, recombinant DNA കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നത് അതെന്ത് വരുന്നുണ്ട്, എങ്ങനെ നടക്കുന്നത്? കൺസ്ട്രക്ഷൻ ഓഫ് റീകോമിനന്റ് DNA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ജോയിനിങ് ഓഫ് ദ ബ്രോക്കൺ എൻഡ്സ് ഓഫ് ദ വെക്ടറിൻ്റെ ബ്രോക്കൺ എൻഡ്സും അതുപോലെ തന്നെ ജീനിൻ്റെ അല്ലെങ്കിൽ DNA സീക്വൻസിൻ്റെ രണ്ട് എൻഡ്സും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. ആൻഡ് ഈ പ്രോസസ്സിനാണ് നമ്മൾ ജീൻ സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. ഈ ജീൻ സ്പ്ലൈസിങ്ങിൽ 3 മെത്തേഡ്സ് വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് കൈമറി DNA, അങ്ങനെ ഉണ്ടാക്കുന്ന DNA നമുക്ക് വെക്ടറും നമുക്ക് വെക്ടറിലേക്ക് നമ്മളൊരു DNA എന്ത് ചെയ്യണം, ഇൻസർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ആ DNA കൈമറി DNA എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ വെക്ടറിലേക്ക് ജീനിനെ വെക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 3 പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. 3 രീതിയിൽ ചെയ്യാം. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് കൈമറി DNA നമുക്ക് 3 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് 3 മെത്തേഡ് എന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡാണ് കൊഹീസീവ് എൻഡ് ലിഗേഷൻ. എങ്ങനെയാണ് കൊഹീസീവ് എൻഡ് ലിഗേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ മെത്തേഡാണ്. ആൻഡ് നമുക്കറിയാം പാലൻഡ്രോമിക് സീക്വൻസ് എന്താണെന്ന് അറിയാം അല്ലേ. ഈ പാലൻഡ്രോമിക് സീക്വൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ എൻസൈം എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാഗേർഡ് കട്ട്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവുന്നു, ഷോർട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതായിരുന്നു. പാലൻഡ്രോമിക് സീക്വൻസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം പാലൻഡ്രോമിക് സീക്വൻസിൽ കട്ട് ചെയ്യും, അങ്ങനെ സ്റ്റാഗേർഡ് കട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ ഷോർട്ട് കോംപ്ലിമെൻ്ററി സിംഗിൾ സ്റ്റാൻഡേർഡ് സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എൻസൈം ഇക്കോ R1 എന്ത് ചെയ്യുന്നു, കട്ട് ദ സീക്വൻസ് അറ്റ് എ സ്പെസിഫിക് പൊസിഷൻ. ഇക്കോ R1 എന്താ ചെയ്യുന്നത്, സീക്വൻസിനെ സ്പെസിഫിക് പൊസിഷനിലാണ് കട്ട് ചെയ്യുക. പിന്നെ അനദർ DNA മോളിക്യൂൾ സിമിലർലി കട്ട് ബൈ ദ സെയിം എൻസൈം സിമിലർ സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ വെക്ടറിനെ കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ DNA കട്ട് ചെയ്യുന്നതും സെയിം എൻസൈം വെച്ചിട്ടായിരിക്കണം. അപ്പോൾ സിമിലർ സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. So that when it is mixed with the previous molecule similarly treated, the two will annihilate producing recombinant DNA. അപ്പോൾ സെയിം ആയിട്ടുള്ള എൻഡോന്യൂക്ലിയസ് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് വെക്ടറിനെയും മറ്റേനെയും കട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അന്നീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ റീകോമിനന്റ് DNA പ്രൊഡ്യൂസ് ചെയ്യും. The enzyme DNA ligase helps in joining the bands at the cut ends of the two molecules. ഈ DNA ligase എന്ത് ചെയ്യുന്നു, it helps in joining the bonds. ഈ DNA ligase ആണ് ഈ കട്ട് enzyme DNA ligase helps in joining the bonds at the cut ends of the two molecules. ഈ രണ്ട് മോളിക്യൂൾസിൻ്റെയും കട്ട് എൻഡ്സുകൾ ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് enzyme DNA ligase ആണ്. ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഇൻ ദ കൈമറി DNAയുടെ 2 റെസ്ട്രിക്ഷൻ സൈറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഫോറിൻ DNA സെഗ്മെൻറ്റ് ക്യാൻ ബി റിട്രീവ്ഡ് റാദർ ഈസിലി ഫ്രം ദ ക്ലോൺഡ് കോപ്പീസ് ഓഫ് കൈമറി DNA ബൈ ക്ലീവേജ് അഗെയിൻ വിത്ത് ദ സെയിം എൻസൈം. നമുക്കിപ്പോൾ ഇതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കി കഴിഞ്ഞു വിചാരിക്കുക. കോപ്പീസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയിം എൻസൈം വെച്ചിട്ട് കൈമറി DNA കട്ട് ചെയ്തിട്ട് ക്ലോൺഡ് കോപ്പീസിനെ എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഓക്കെ, പക്ഷേ 2 ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, the cleaved ends of a vector of a foreign DNA may join end to end before it is inserted. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ശരിക്കും നമ്മൾ കട്ട് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്, വെക്ടറിനെ കട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ DNA ഫ്രാഗ്മെൻറ്റിനെ കട്ട് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്, ഇവ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെക്ടറും DNA ഫ്രാഗ്മെൻറ്റും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ഈ ക്ലീവ്ഡ് എൻഡ്സ്, ഇപ്പോൾ വെക്ടറിൻ്റെ 2 എൻഡ് ക്ലീവ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, റീജോയിൻ ചെയ്യും. അങ്ങനെ അത് മറ്റേ DNA ഫ്രാഗ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് റീജോയിൻ ചെയ്തിട്ട് ക്ലീവ്ഡ് എൻഡ്സ് റീജോയിൻ ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ, ദ റെക്കഗ്നിഷൻ സൈറ്റ് പർട്ടിക്കുലർലി ഇൻ ദ സീക്വൻസ് ടു ബി ക്ലോൺ മെ നോട്ട് ലൈ അറ്റ് എ കൺവീനിയൻറ്റ് പൊസിഷൻ. ക്ലോൺ ചെയ്യാനുള്ള സീക്വൻസിലെ റെക്കഗ്നിഷൻ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺവീനിയൻ്റ് ആയ പൊസിഷനിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസൈഡ് സെഗ്മെൻറ്റിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല വെക്ടറിലേക്ക്. അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഈ കൊഹീസീവ് എൻഡ് ലിഗേഷൻ്റെ 2 ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഈ വെക്ടറിലേക്ക് ജീനിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു, കൊഹീസീവ് എൻഡ് ലിഗേഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് ഹോമോപോളിമർ ടെയിലിംഗ്. ഹോമോപോളിമർ ടെയിലിംഗ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വെക്ടറിലേക്ക് ഒരു DNA ഫ്രാഗ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. So in this technique, DNA can be cut at the desired position both in the vector and in the clone without staggered cleavage. ഇവിടെ എന്താണെന്ന് വെച്ചാൽ DNA നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്ടർ ഡിസൈഡ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, DNA-നെയും കട്ട് ചെയ്യുക, വെക്ടറിനെയും കട്ട് ചെയ്യുക. അത് സ്റ്റാഗേർഡ് ക്ലീവേജ് വഴിയല്ല, അല്ലാതെ തന്നെ ഡിസൈഡ് പൊസിഷനിൽ DNA-നെയും വെക്ടറിനെയും കട്ട് ചെയ്യുക. യൂസിങ് പ്രീകഴ്സർ DATP poly DA.
പ്രീകഴ്സറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന DATP പോളി DA ആണ്. ഇറ്റ് ഈസ് ആഡഡ് അറ്റ് ബോത്ത് ദ 3' എൻഡ്സ് ഓഫ് ദ വെക്റ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം ടെർമിനൽ ട്രാൻസ്ഫറേസ് അല്ലെങ്കിൽ ടെർമിനൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, ഈ എൻസൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എൻസൈം വെച്ചിട്ട് അവിടെ പ്രീകഴ്സറായിട്ടുള്ള DATP പോളി DAനെ നമ്മൾ ആഡ് ചെയ്യുക വെക്റ്ററിൻ്റെ 3' എൻഡ്സിലേക്ക്. വെക്റ്ററിൻ്റെ 3' എൻഡ്സിലേക്ക് പ്രീകഴ്സറായിട്ടുള്ള DATP പോളി DAനെ ആഡ് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ടെർമിനൽ ട്രാൻസ്ഫറേസ് ആണ്. സിമിലർലി യൂസിങ് പ്രീകഴ്സർ DTTP പോളി DT നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ക്ലോൺ ചെയ്യാൻ ആവശ്യമായുള്ള DNA സീക്വൻസിൻ്റെ 3' എൻഡ്സിലേക്ക് DTTP പോളി DTനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, the vector and the clone can then be joined by annealing the poly DA with the poly DT tail and then ligating them using DNA ligase enzyme. ഈ വെക്റ്റർ ക്ലോൺ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. ഈ പോളി DAയും പോളി DAയും അതുപോലെ തന്നെ പോളി DT ടൈലും യൂസ് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യുന്നു? അന്നീൽ ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം DNA ligase ആണ്. ഹിയർ ദർ ഇസ് നോ ചാൻസ് ഓഫ് റീ അന്നീലിംഗ് ബിറ്റ്വീൻ ദ 2 അറ്റംസ് ഓഫ് ദ സെയിം DNA മോളിക്യൂൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രോബാക്ക്, അതായത് ഇവർ സെയിം മോളിക്യൂൾ തന്നെ റീ അന്നീൽ ചെയ്യാനുള്ള ചാൻസ് പറഞ്ഞതായിരുന്നു. ആ ചാൻസ് ഇവിടെ വരുന്നില്ല. ഇവിടെ അങ്ങനെ റീ അന്നീൽ ചെയ്യുന്നില്ല സെയിം മോളിക്യൂള്. However, it is very difficult to retrieve the inserted DNA fragment due to the loss of recognition sites. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കോയിൻസിഡൻ്റ് ലിഗേഷൻ ഒരു ഗുണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എന്താണ്? അവരെ നമുക്ക് ക്ലോൺഡ് കോപ്പീസ് ആയി കഴിഞ്ഞാൽ അവർ നമുക്ക് റിട്രീവ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ റിട്രീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ അവർ റെക്കഗ്നിഷൻ സൈറ്റ് ലോസ്റ്റ് ആയി പോകുന്നുണ്ട്. സോ വെൻ പോളി DG ആൻഡ് പോളി DC ടൈൽസ് നമ്മളിവിടെ ആഡ് ചെയ്തത് പോളി DA ടൈലാണ്. ഇവിടെ ആഡ് ചെയ്തത് വെക്റ്ററിലേക്ക് ആഡ് ചെയ്തത് പോളി DA ടൈലാണ്. മറ്റേ നമ്മൾ ആവശ്യമായ DNA സീക്വൻസിലേക്ക് ആഡ് ചെയ്തത് പോളി DT ടൈലാണ്. അതുകൊണ്ട് അതിന് പകരം പോളി DG ആൻഡ് പോളി DC ടൈൽസാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹൈബ്രിഡ്സ് സ്റ്റേബിളായിട്ട് കിട്ടും. അതുപോലെ തന്നെ റിട്രീവലും എളുപ്പമായിരിക്കും കുറച്ചും കൂടി. നമുക്ക് അവിടെ PST1 എന്നുപയോഗിച്ച് എൻസൈം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അതിനെ റിട്രീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് DAയും DTയും ആണ് ടൈലിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്നിക്കിനെയാണ് ഹോമോ പോളിമർ ടൈലിങ് എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ബ്ലണ്ട് എൻഡഡ് DNA മോളിക്യൂളാണിത്. 5' to 3', 3' to 5'. ടെർമിനൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറേസ് നമ്മൾ പറഞ്ഞ എൻസൈമാണത്. ടെർമിനൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറേസ് അല്ലെങ്കിൽ ടെർമിനൽ ട്രാൻസ്ഫറേസ് യൂസ് ചെയ്തിട്ട് പ്ലസ് DGTP അവിടെ GTP യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2 3' എൻഡ്സിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു? പോളി G ടൈൽ ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ പറയുന്നത് പോളി G ടൈലിൻ്റെ കാര്യമാണ്. പോളി G ടൈൽ ഉണ്ടാക്കി. അങ്ങനെയാണ് ടൈലിങ് നടക്കുന്നത്. 3' എൻഡിലേക്ക് ഇവിടെ എന്താ ആഡ് ചെയ്തത്? പോളി DGനെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ GG എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടോ? പോളി G ടൈലാണ് ആഡ് ചെയ്തത്. അപ്പോൾ 3' എൻഡ്സിൽ പോളി G ടൈൽ വന്നു. അപ്പോൾ അതുപോലെ നമുക്ക് പോളി വെക്റ്ററിലേക്ക് എന്ത് ചെയ്യുന്നു? പോളി DA ടൈലാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ DNA സീക്വൻസിലേക്ക് പോളി G ആഡ് ചെയ്ത് പറഞ്ഞ പോലെ നമുക്ക് പോളി DT ആഡ് ചെയ്യാം. ഓക്കെ, അത്രയാണ് ഹോമോ പോളിമർ ടൈലിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്ലണ്ട് എൻഡ് ലിഗേഷൻ? മൂന്നാമത്തെ പ്രോസസ്സാണ് ബ്ലണ്ട് എൻഡ് ലിഗേഷൻ ബൈ T4 DNA ലിഗേസ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ജീനിനെ വെക്റ്ററിലേക്ക് വെക്കുന്ന പ്രോസസ്സാണ് പറയുന്നത്. 3 തരത്തിൽ വെക്കാം. ഒന്ന് കോഹീസീവ് എൻഡ് ലിഗേഷൻ, രണ്ടാമത്തെ ഹോമോ പോളിമർ ടൈലിംഗ്, മൂന്നാമത്തെയാണ് ബ്ലണ്ട് എൻഡ് ലിഗേഷൻ ബൈ T4 DNA ലിഗേസ്. T4 DNA ലിഗേസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബ്ലണ്ട് എൻഡ് ലിഗേഷൻ ചെയ്യുന്നത് നോക്കാം. In this method, a restriction enzyme is used to cut a duplex DNA at the same place in both the DNA strands. നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്യൂപ്ലെക്സ് DNA കട്ട് ചെയ്യുന്നു. സെയിം പ്ലേസിൽ 2 DNA സ്റ്റാൻഡ്സിലും സെയിം പ്ലേസിൽ കട്ട് ചെയ്യുന്നു. ആ ബ്രോക്കൺ എൻഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദെൻ യൂസ്ഡ് ഫോർ ജോയിനിങ് വിത്ത് ദ 2 ends ഓഫ് ദ അനദർ DNA മോളിക്യൂൾ. ആ ബ്രോക്കൺ എൻഡ്സ് നമ്മൾ യൂസ് ചെയ്യും ഫോർ മറ്റേ DNA മോളിക്യൂളിനായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രോക്കൺ എൻഡ്സ് യൂസ് ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ അവിടുത്തെ സീക്വൻസ് നോക്കണില്ല. ബ്രോക്കൺ എൻഡ്സിലുള്ള സീക്വൻസിന് 2 DNA മോളിക്യൂളിൻ്റെയും ബ്രോക്കൺ എൻഡ്സിലുള്ള സീക്വൻസിനെ നോക്കുന്നില്ല. അതിന് റെസ്പെക്റ്റീവായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ T4 DNA ലിഗേസ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് റിയാക്ഷൻ. T4 DNA ലിഗേസ് യൂസ് ചെയ്യുന്നുണ്ട് ജോയിനിങ് റിയാക്ഷൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 2 ബ്രോക്കൺ എൻഡ്സ് മേ ജോയിൻ ഇൻക്ലൂഡിങ് ദോസ് ബിലോങ് ടു ദ സെയിം DNA മോളിക്യൂൾ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെയിം DNA മോളിക്യൂൾ വരുന്ന ബ്രോക്കൺ എൻഡ്സും ചിലപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സെയിം DNA മോളിക്യൂളും അത് എന്താ റീഅനീൽ ചെയ്യാനുള്ള ചാൻസ് വരുന്നുണ്ട്. അതാണ് ഇവിടെ സിമ്പിളാണ്. ഒരു എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നു, അതിനെ ലിഗേസ് വെച്ച് ജോയിൻ ചെയ്യുന്നു, പിന്നെ എന്താ ചെയ്യുന്നത്? പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെയിം DNA മോളിക്യൂൾ ജോയിൻ ചെയ്യാനുള്ള ചാൻസ് വരുന്നുണ്ട്. ആ മെത്തേഡാണ് ബ്ലണ്ട് എൻഡ് ലിഗേഷൻ ബൈ T4 DNA ലിഗേസ്. അപ്പം നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തത് എന്തായിരുന്നു?
റീകോമിനൻ്റ് DNA ടെക്നോളജിയുടെ ടെക്നിക്സ് ആണ് നോക്കുന്നത്. ടെക്നിക്സ് ഇൻ ജീൻ ക്ലോണിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് റീകോമിനൻ്റ് DNA പറഞ്ഞത്. അതിൽ 5 സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 സ്റ്റെപ്പുകളിൽ 2 സ്റ്റെപ്പാണ് നമ്മൾ നോക്കിയത്. ഒന്നാമത്തെ ജനറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്, നമ്മൾ ഫ്രാഗ്മെൻറ്റ്സിനെ ഉണ്ടാക്കിയെടുത്തു. ആ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മളെങ്ങനെ 3 മെത്തേഡ് വഴി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. രണ്ടാമത് അതിനെ എങ്ങനെയാണ് വെക്ടറിലേക്ക് കൊടുക്കുന്നത്, അതാണ് 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞത്. കൊഹീസീവ് എൻഡ് ലിഗേഷൻ, ഹോമോപോളിമർ ടൈലിങ്, അതുപോലെ തന്നെ ബ്ലണ്ടഡ് ലിഗേഷൻ ബൈ T4 DNA ലിഗേസ്. ഇനി നമുക്ക് അതിന് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.